രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തുമ്മലും മൂക്കൊലിപ്പും മൂക്കടപ്പും. ഈ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ അന്നത്തെ ദിവസം ഫുള്ള് തീരുമാനിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അവസ്ഥ അലർജിക് റൈനൈറ്റിസ് ആയിരിക്കാം. മൂക്കിനകത്ത് പോളൻ, ഡസ്റ്റ് അങ്ങനെ അലർജി ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തു കടന്നു കഴിഞ്ഞാൽ മൂക്കിനകത്തുള്ള പ്രതിരോധ കോശങ്ങളായിട്ടുള്ള മാസ്റ്റ് സെൽസിനെ ഇത് ആക്ടിവേറ്റ് ചെയ്യുകയും ഈ മാസ്റ്റ് സെൽസ് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന കെമിക്കൽ നമ്മളുടെ മൂക്കിനകത്ത് വീക്കം ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ മൂക്കിനകത്ത് മ്യൂക്കസ് അഥവാ നമ്മൾ കഫം എന്ന് പറയുന്ന ഒരു വസ്തു കൂടുതലായിട്ട് ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് മൂക്കിനകത്ത് അടപ്പ്, മൂക്കൊലിപ്പ്, കഫം വരിക, തൊണ്ടയിലേക്ക് കഫം വരിക, തൊണ്ടയിൽ ഇറിറ്റേഷൻ ഉണ്ടാവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. ഈ മൂക്കിനകത്തുള്ള നാഡീഞരമ്പുകൾ അത് ഇറിറ്റേറ്റഡ് ആവുന്നതുകൊണ്ട് തന്നെ മൂക്കിന് നല്ല രീതിയിൽ ഇച്ചിങ് അല്ലെങ്കിൽ ചൊറിച്ചിലുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ തരത്തിൽ കഫം കൂടുതലായിട്ട് നമ്മളുടെ ആ ഒരു ശ്വസന നാളം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലർക്കും മൂക്കടപ്പ്, ശ്വാസം മുട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ശ്വാസം എടുക്കാൻ പൊതുവെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അലർജിക് റൈനൈറ്റിസ് തുടങ്ങുന്ന പല കേസുകളും പലപ്പോഴും ആസ്മ പോലുള്ള ശ്വാസം മുട്ട് പോലുള്ള കണ്ടീഷനിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ശരിയായ സമയത്ത് അലർജിക് റൈനൈറ്റിസ് കണ്ടുപിടിക്കുകയും വേണ്ട ചികിത്സയും എടുക്കുകയാണ് ചെയ്യേണ്ടത്.